നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പുതിയൊരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. സമുദ്രത്തിലെ ഏറ്റവും വലിയ എന്നാൽ നമ്മെ ഒരുപാട് അതിശയിപ്പിക്കുന്ന ഒരു നിഗൂഢ ജീവിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതെ, തിമിംഗല സ്രാവുകൾ അഥവാ വെയിൽ ഷാർക്കുകൾ. ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രലോകത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന ഈ സൗമ്യരായ ഭീമന്മാരുടെ ലോകത്തേക്ക് നമുക്കൊന്ന് ഊളിയിടാം. ആദ്യം തന്നെ രസകരമായ ഒരു ജീവശാസ്ത്ര കടങ്കഥയിൽ നിന്ന് തുടങ്ങാം. ടൺ കണക്കിന് ഭാരമുണ്ട് ഈ ജീവിക്ക്. വായിലാണെങ്കിൽ 300 നിരകളിലായി കൂർത്ത പല്ലുകളും. എന്നാൽ ഇവ എന്താണ് കഴിക്കുന്നതെന്നറിയാമോ? ഭൂമിയിലെ ഏറ്റവും ചെറിയ ജീവികളെ. സമുദ്രത്തിലെ ഏറ്റവും വലിയ എന്നാൽ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഈ ഭീമൻ ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? ഇതിന്റെ ഉത്തരം കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും. അതാണ് തിമിംഗലസ്രാവ്. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യമായ ഇവയ്ക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള അത്രയും വലിപ്പമുണ്ട്. ഏകദേശം 62 അടി വരെ നീളം വരും. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നമ്മൾ റോഡിൽ കാണുന്ന ആ വലിയ സെമിട്രക്ക് ലോറികളിലെ കൃത്യം അതിന്റെ അത്രയും വലിപ്പം. ഇത്രയും വലിയൊരു ജീവി നമ്മുടെ സമുദ്രങ്ങളിൽ നിശബ്ദമായി നീന്തിത്തുടയ്ക്കുന്നുണ്ടെന്നത് തന്നെ അത്ഭുതമല്ലേ? പേരിലൊരു തിമിംഗലമുണ്ടെങ്കിലും കക്ഷി ശരിക്കും ഒരു സ്രാവാണ് കേട്ടോ. ഇവയുടെ ഭക്ഷണം കഴിക്കുന്ന രീതി സാധാരണ ബലീൻ തിമിംഗലങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ബലീൻ തിമിംഗലങ്ങൾ അവയുടെ വായിലെ ഫ്ലെക്സിബിളായ പ്ലേറ്റുകളും നാക്കും ഉപയോഗിച്ചാണ് ഇരയെ പിടിക്കുന്നത്. എന്നാൽ തിമിംഗല സ്രാവുകളുടെ കാര്യം അങ്ങനെയല്ല. അവയ്ക്ക് 5 മുതൽ 6 അടി വരെ വീതിയുള്ള കൂറ്റൻ വായാണുള്ളത്. ഒപ്പം തൊണ്ടയുടെ ഭാഗത്തായി ഭക്ഷണം അരിച്ചെടുക്കാൻ പ്രത്യേക ഫിൽട്ടർ പാഡുകളുമുണ്ട്. അപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, പിന്നെ എന്തിനാണ് ഈ 300 നിറ പല്ലുകളെന്നല്ലേ? അതാണിതിലെ തമാശ. ഈ പല്ലുകൾ അവ ഒന്നിനും ഉപയോഗിക്കുന്നില്ല എന്നതാണ് സത്യം. പകരം അവയ്ക്കുള്ള ആ 20 ഫിൽട്ടർ പാഡുകളാണിവിടെ ഹീറോ. ഈ പാഡുകളിലെ മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള ചെറിയ സുഷിരങ്ങളിലൂടെ വെള്ളം കടന്നു പോകുമ്പോൾ അതൊരു വലിയ അരിപ്പ് പോലെ പ്രവർത്തിക്കും. അങ്ങനെ വെള്ളത്തിലുള്ള പ്ലവകങ്ങൾ, ക്രിൽ, ഞണ്ടുകളുടെ ലാർവകൾ തുടങ്ങിയവയെല്ലാം ഈ അരിപ്പയിൽ കുടുങ്ങുകയും അവയെ ഇവർ അകത്താക്കുകയും ചെയ്യും. ഇനി ഇവരുടെ രൂപം കണ്ടാൽ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ! ശരീരത്തിൽ കാണുന്ന ഈ വെളുത്ത പുള്ളികൾ കാരണം മെക്സിക്കോയിൽ ഇവയെ ഡോമിനോ എന്നും മഡഗാസ്കറിൽ മാറോ കിൻഡാന അഥവാ അനവധി നക്ഷത്രങ്ങൾ എന്നുമാണ് വിളിക്കുന്നത്. ഇരുണ്ട ആകാശത്ത് തിളങ്ങുന്ന നക്ഷത്രങ്ങൾ വിതറിയതുപോലെയുള്ള ഇവയുടെ ഈ രൂപം സമുദ്രത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണ് എന്നതിൽ സംശയമില്ല. ഈ പുള്ളികൾ വെറുമൊരു ഭംഗിക്ക് വേണ്ടിയുള്ളതാണെന്ന് കരുതരുത്. മനുഷ്യർക്ക് വിരലടയാളങ്ങളുള്ളതുപോലെ തന്നെയാണ് ഓരോ തിമിംഗല സ്രാവിനും ചെകിളകൾക്ക് പിന്നിലുള്ള ഈ പുള്ളികളുടെ പാറ്റേൺ. ഓരോ സ്രാവിനും ഇത് തികച്ചും വ്യത്യസ്തമായിരിക്കും. ഈ ഒരു സവിശേഷത ഉള്ളതുകൊണ്ട് വൈൽഡ് ബുക്ക് പോലെയുള്ള വലിയ ഡാറ്റാബേസുകൾ വഴി ഗവേഷകർക്ക് ഓരോ സ്രാവിനെയും കൃത്യമായി തിരിച്ചറിയാനും അവ എവിടെയൊക്കെ സഞ്ചരിക്കുന്നു എന്ന് നിരീക്ഷിക്കാനും സാധിക്കുന്നുണ്ട്. ഇനി പറയാൻ പോകുന്നതാണ് സമുദ്ര ഗവേഷണത്തിലെ ഏറ്റവും വലിയ സസ്പെൻസ്. ഇവയുടെ ജീവചക്രത്തിലേക്ക് നോക്കിയാൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു പെൺ തിമിംഗല സ്രാവ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് ഇന്നുവരെ ലോകത്ത് ഒരു മനുഷ്യനും നേരിട്ട് കണ്ടിട്ടില്ല. അതെ, ഇത്രയും വലിയൊരു ജീവി ജനിക്കുന്നത് എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ നമുക്കിപ്പോഴും പൂർണ്ണമായി അറിയില്ല എന്നത് ശാസ്ത്രലോകത്തെ കുഴപ്പിക്കുന്ന ഒരു വലിയ നിഗൂഢതയാണ്. എങ്കിലും അവ എങ്ങനെയാണ് പെറ്റുപെരുകുന്നത് എന്നതിന്റെ അടിസ്ഥാന വിവരങ്ങൾ നമുക്കറിയാം. ഒവ്യുവിവിപാരസ് എന്നാണ് ഈ പ്രക്രിയയെ ശാസ്ത്രം വിളിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിലുള്ള മുട്ടകളിൽ തന്നെയാണ് ഭ്രൂണങ്ങൾ വളരുന്നത്. എന്നാൽ മുട്ടകൾ പുറത്തേക്കിടുന്നതിനു പകരം അവ അമ്മയുടെ ഉള്ളിൽ വച്ച് തന്നെ വിരിയും. എന്നിട്ട് അവിടെയുള്ള പ്രത്യേക ഗ്രന്ഥികൾ വഴി പോഷണം ലഭിച്ച് പൂർണ്ണ വളർച്ചയെത്തിയ ലൈവായിട്ടുള്ള കുഞ്ഞുങ്ങളായിട്ടാണ് ഇവ പുറത്തുവരുന്നത്. ഇത് ശാസ്ത്രലോകത്തിന് എങ്ങനെ മനസ്സിലായി എന്നറിയാമോ? 1995-ൽ തായ്വാനിൽ വെച്ച് ഒരു പെൺ തിമിംഗല ശ്രാവിനെ കണ്ടെത്തുകയുണ്ടായി. ശാസ്ത്രജ്ഞർ അതിനെ അമ്പരപ്പോട് വിളിച്ചത് മെഗാമാമ സുപ്രീം എന്നാണ്. കാരണം മറ്റൊന്നുമല്ല, അതിന്റെ ഉദരത്തിൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലുള്ള 300-ലധികം ഭ്രൂണങ്ങളാണുണ്ടായിരുന്നത്. ഏതൊരു ശ്രാവ് വർഗത്തിലും ഇന്നുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും ഉയർന്ന സംഖ്യയാണിത്. ഇവിടെ മറ്റൊരു കൗതുകകരമായ കാര്യമുണ്ട്. 62 അടിയോളം വളരുന്ന ഈ ഭീമന്മാരുടെ ജനനസമയത്തെ വലിപ്പം എത്രയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഫിലിപ്പീൻസിൽ കണ്ടെത്തിയ ഒരു കുഞ്ഞിന് വെറും 15 ഇഞ്ച് മാത്രമായിരുന്നു നീളം. അതായത് നമ്മുടെ ഒരു സാധാരണ സ്കെയിലിനേക്കാൾ കുറച്ചുകൂടെ വലിപ്പം. നിർഭാഗ്യവശാൽ ഈ ചെറിയ കുഞ്ഞുങ്ങളിൽ 10-1 മാത്രമേ ഈ വലിയ സ്രാവുകളായി മാറുന്നതിന് മുൻപുള്ള വെല്ലുവിളികളെ അതിജീവിച്ച് പൂർണ്ണ വളർച്ചയെ എത്താറുള്ളൂ. ഇനി ഇവയുടെ ആയുസ് കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും 150 വർഷത്തിലധികം ഇവ ജീവിച്ചേക്കാം.
എന്നാൽ ഏറ്റവും ആശ്ചര്യകരമായ കാര്യമെന്താണെന്നാൽ ഇവയ്ക്ക് പ്രായപൂർത്തിയാവാൻ തന്നെ 25 മുതൽ 50 വർഷങ്ങൾ വരെ സമയമെടുക്കും എന്നതാണ്. ഇത്രയും സാവധാനത്തിലുള്ള ഈ വളർച്ചയാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അതേസമയം ഇവ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയും. അതെ, വളരെ സാവധാനത്തിലുള്ള വളർച്ചയും എപ്പോഴും വെള്ളത്തിന് മുകൾ പരപ്പിലൂടെ നീന്തുന്ന പ്രകൃതവും കാരണം ഇവ മനുഷ്യന്റെ ഇടപെടലുകൾക്ക് വളരെ വേഗം ഇരയാകുന്നു. വേട്ടയാടലും സമുദ്രത്തിലൂടെ പോകുന്ന വലിയ ബോട്ടുകളുമായുള്ള കൂട്ടിയിടിയുമൊക്കെ ഈ വമ്പൻ മത്സ്യങ്ങളുടെ നിലനിൽപ്പിന് വലിയ ഭീഷണിയാണെന്നുയർത്തുന്നത്. സത്യത്തിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു പ്രതിസന്ധിയാണിത്. അപ്പോൾ ഇതിനൊരു പരിഹാരമെന്താണ്? തിമിംഗലസ്രാവുകളെ കാണാനുള്ള ടൂറിസം ഇന്ന് വളരെ സജീവമാണ്. എന്നാൽ വിനോദസഞ്ചാരികൾ അവയ്ക്ക് കൃത്രിമമായി ഭക്ഷണം നൽകുന്നത് അവയുടെ സ്വാഭാവിക യാത്രകളെ വലിയ രീതിയിൽ തടസ്സപ്പെടുത്തുന്നു. ഇത് അവയിൽ വലിയ സ്ട്രെസ് ഉണ്ടാക്കുകയും ബോട്ടുകളുടെ പ്രൊപ്പല്ലറുകൾ തട്ടി അപകടമുണ്ടാകാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ചുരുങ്ങിയത് 4 മീറ്റർ അകലം പാലിക്കുക, അവയെ തൊടാതിരിക്കുക, ഭക്ഷണം നൽകാതിരിക്കുക തുടങ്ങിയ അടിസ്ഥാന നിയമങ്ങൾ നമ്മൾ കർശനമായി പാലിച്ചേ മതിയാകൂ. ഇന്നത്തെ ഈ വിശകലനം നമ്മൾ അവസാനിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യത്തോടെയാണ്. ഒരുപാട് സാവധാനം വളരുകയും 150 വർഷത്തോളം ജീവിക്കുകയും ചെയ്യുന്ന ഈ അമൂല്യ ജീവികളെ കാണാനും അവയുമായി ഇടപഴകാനുമുള്ള നമ്മുടെ ആഗ്രഹം അറിയാതെയാണെങ്കിൽ കൂടി അവയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്നുണ്ടോ? ഒരു നിമിഷം ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. പ്രകൃതിയോട് കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ളവരായി മാറാൻ ഈ വിവരങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കട്ടെ. ഈ വിശകലനം നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകിയെന്ന് കരുതുന്നു. തീർച്ചയായും മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.